ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക്. അപ്പോൾ ട്രാവൽ ബുക്കിൻ്റെ പുതിയ വീഡിയോ ആണ്. ഹൈദരാബാദ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഗോൾഗുണ്ട ഫോർട്ടിലോട്ട് വന്നതാണ്. കക്കാത്തിയ രാജവംശം 12ാം നൂറ്റാണ്ടിൽ പണിയിപ്പിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഈ ഗോൾഗുണ്ട ഫോർട്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. अरे सऊदी वाला सऊदी അപ്പോൾ നമ്മൾ ഗോൾഗുണ്ട ഫോർട്ടിനെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. സമയം എന്തായി സോദി സമയം എന്തായി? 5:11 ആയിട്ടുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും ഉള്ളിലോട്ട് കയറിയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു മോസ്ക് കാണാനുണ്ട്. ആ ഭാഗത്താണ് എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഉള്ളിലോട്ട് പോകാം. അടിച്ചോ? ടിക്കറ്റ് എടുക്കുന്നു. എൻ്റെ പേരടിക്കണോ? ഒരു അടിച്ചോ? ഓടാ മാറി. അപ്പോൾ ആൾക്ക് 25 വീഡിയോ എടുക്കുന്നതിന് ഉള്ളത് അതിന് 25 അങ്ങനെ. അപ്പോൾ മൊത്തം 100 രൂപ ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ് ഗോൾഗുണ്ട ഫോർട്ടിലോട്ട്. ഈ സ്ഥലത്ത് നിന്ന് കൈവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടയുടെ മുകൾ ഭാഗത്തോട്ട് കേൾക്കാൻ പറ്റും. യുദ്ധമൊക്കെ വരുന്ന സമയത്തിൽ ഇവിടെ സൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടോപ്പിലോട്ട് രാജാക്കന്മാർ സ്ഥലത്തോട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെയും മുകളിലോട്ട് പോവാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ കക്കാത്തിയ രാജവംശം ആണ് ഈ കോട്ടയുടെ പണി ആരംഭിച്ചത്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതിയിരിച്ചിട്ടുണ്ട്. ആയിരത്തി 1518 മുതൽ 1687 വരെ കക്കാത്തിയ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ഗോൾഗുണ്ട ഫോർട്ട്. നീ വഴിപോക്കൻ. ഇപ്പോൾ കല്ല് തീർത്തിട്ടുള്ള സ്ട്രക്ചറാണ്, കംപ്ലീറ്റ് കെട്ടിടങ്ങളാണ്. കോട്ടകളും കാര്യങ്ങളൊക്കെ കരിങ്കല്ലിലെ കെട്ടിട ബിൽഡിങ്സും പിന്നെ പച്ചപ്പായിട്ട് പുല്ലൊക്കെ പൊടിച്ചെടുക്കണം. സൺസെറ്റ് സമയം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഹൈദരാബാദ് സിറ്റിയുടെ ഒരു അത്യാവശ്യം ഒരു വൈഡായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരം കയറിയിട്ടുള്ളൂ. ഇനി കയറുമ്പോഴത്തേക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നതാണ് പ്രതീക്ഷ. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. അത്യാവശ്യം നല്ല ഭംഗിയാണ് ഈ ഭാഗത്ത്. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഹിസ്റ്ററി വരുമായിട്ടൊക്കെ നല്ലൊരു സ്ഥലം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നമുക്കിവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറാം. ഇവിടെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത സ്ഥലമുണ്ട്. ഇവിടെ നിന്നും സിറ്റിയുടെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ഇറങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോകാം.
കുറച്ചുകൂടെ മുകളിലോട്ട് വന്നപ്പോൾ ഉള്ള വ്യൂ ആണിത്. സിറ്റി വ്യൂ ഒക്കെ അത്യാവശ്യം കൂടുതൽ കാണുന്നുണ്ട്. എനിക്ക് തമിഴിലുള്ളത് മതി. ഗോൽകുന്ദ എന്ന ഫോർട്ടിന് മലയാളത്തിൻ്റെ അർത്ഥം വരുന്നത് മതിലുകളുള്ള കുന്നെന്നാണ്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ മുകളിലോട്ട് പോവാം. ഹായ് സാർ. ഇച്ചിരി കയറ്റം കയറി വരാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ക്ഷീണം ഫീൽ ചെയ്യും. സ്റ്റെപ്പാണ്, പക്ഷെ കയറി കയറണം. ഇങ്ങനൊരു ലാർജ് വീഡിയോ വൈഡായിട്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റും. താഴെ ഇവിടെ ലാൻഡ്സ്കേപ്പൊക്കെ കാണാം. ഹലോ, ഫോട്ടോസൊക്കെ എടുക്കാനും നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ടോപ്പിലെത്തില്ല, ടോപ്പ് എവിടെയാണ്. പണ്ട് കാലത്തെ ഷോപ്പിംഗ് സെൻറ്റർ കൂടിയാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട്. നമ്മുടെ കോഹിനൂർ ഡയമണ്ട്സൊക്കെ ഇവിടെയാണ് കച്ചവടം നടത്തിയെന്നാണ് ഹിസ്റ്ററിയൊക്കെ തപ്പുമ്പോൾ കിട്ടുന്നത്. ഈ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭംഗിയാണ് ഈ കോട്ടയുടെ ഭാഗങ്ങളും ആകാശവും കോട്ടയുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട്. AD 1672 അബ്ദുൾ ഹസൻ കുത്തബ് എന്ന് പറഞ്ഞ ഒരാൾ ജയിലായിട്ട് കണ്ടിരുന്ന സ്ഥലമാണിത്. മുകളിലും താഴേക്ക് സുഭാഷം എന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പോയി നോക്കാം. ഇരുട്ടാണ് മൊത്തം, ഇവിടെയൊക്കെ ഒരു എക്കോ ആണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടൊരു ഹോളില്ലെങ്കിൽ കംപ്ലീറ്റ് ഡാർക്കായിരിക്കും. ഇത്രയും ഭാഗമുള്ളൂ ഇവിടെ നിന്ന്. നമുക്കിനി അവിടെ കൂടെ കയറി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. What's there, sir? Oh, temple? Temple. Okay. ശ്രീരാമസ്വാമിയുടെയും സീതയുടെയും ഒരു ടെമ്പിളാണ് ഉള്ളത്, ചെറിയൊരു പ്രതിഷ്ഠ. അവിടെ നിന്ന് അടുത്ത മുകളിലോട്ട് പോവാം. ഇരുട്ടി വരുന്നുണ്ട്. സോ ഇപ്പം നമുക്ക് പോയി കവർ ചെയ്യണം. ടോപ്പിലോട്ട് കയറും തോറും ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ അടിപൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വൈഡായിട്ട് മാറുകയാണ്. ഫുൾ സിറ്റി നമുക്ക് ഏതാണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വലിയ ബിൽഡിങ്ങും കുറച്ച് സ്ഥലമൊക്കെ ഗ്രീനറിയും എന്തോ അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാനുണ്ട്. ഞാൻ ക്ഷീണിച്ചോ കാണിച്ചോണ്ട് പോവാ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുണ്ട്. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് പോയി മുകളിലോട്ട് കാഴ്ചയൊക്കെ കാണാം. കയറി
മുകളിലൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു വേപ്പ് മരം, ഇവിടെ ഇങ്ങനെ സിറ്റി വ്യൂ, ഇതവിടെ ഒരു പള്ളിയുടെ പോലത്തേക്കൊരു ബിൽഡിങ്. നമുക്കിപ്പോൾ മുകളിലോട്ട് പോവാം. ഇത് അവിടെയാണ് അമ്പലം. താഴെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ശ്രീരാമൻ്റെ അമ്പലം. നടന്നത് ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ഒരു ഭാഗം, ഗ്രൗണ്ട് പോലത്തെ സ്ഥലം. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ സിറ്റിയുടെ വ്യൂ ഒന്നുകൂടെ കാണാൻ പറ്റുമായിരിക്കും. സിറ്റി വ്യൂ താഴെ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ നിന്ന് സിറ്റി വ്യൂവും റോഡും മരങ്ങളും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കയറി വന്ന് നന്നായിട്ട് തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ അധികം കയറണമെന്നില്ല, പക്ഷെ കയറാനുള്ള സ്റ്റെപ്പ് ഇത്തിരി ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇത്തിരി ഫോഴ്സ് കൊടുത്ത് കയറി വരണം. അതുകൊണ്ടുള്ള ക്ഷീണം ഉണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും വെള്ളമെല്ലാം കുടിച്ചിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു കോക്കനട്ട് വാട്ടർ വാങ്ങിച്ച് കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് മുകളിലോട്ട് പോവാം. അതുവരെയാണ് നമുക്കിനി പോകാനുള്ളത്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, ഇവിടെ നിന്നാണ് വെള്ളം വാങ്ങിച്ചത്. ഇനിയിപ്പോൾ മുകളിലോട്ട് പോവാം. നമുക്കിനി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം. അവിടെ എന്താണ് കാഴ്ച, അവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. സൗണ്ട് കുറച്ച് സംസാരിക്കണേ, എന്തുമാത്രം വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അതിനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. എടുത്താ ഇരുട്ടല്ലേ? Yeah. You cheated me. Do not. കഴിക്കാൻ പറ്റുന്നില്ല. മുകളിലോട്ട് പോകും. അല്ല, കിങ് സ്വാതി. അപ്പോൾ മോളിൽ നിന്ന് വന്നപ്പോൾ ഉള്ള വ്യൂ ഇങ്ങനെയാണ്. ഇത് ആ ഭാഗത്ത് ബിൽഡിങ്സ് ഒക്കെ കാണാൻ വേണ്ടി താഴെ കണ്ടതുപോലെ ഇവിടെ കുറേ പാറ, വേപ്പ് മരം, ഈ സൈഡും അതേപോലെ തന്നെ കുറേ ബിൽഡിങ്സ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൺസെറ്റിൻ്റെ വ്യൂ. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. ഇപ്പം നമ്മളിവിടെ ഇറക്കി വിട്ടു ഗൈസ്. നമുക്കപ്പോൾ താഴോട്ട് പോവാം. പോകാൻ പോട്ടെ.
ഇതാണ് നമ്മളെ ഗോൾഗുഡ ഫോർട്ടിൻ്റെ മുൻഭാഗം. ദർബാർ ഹാള് ഈ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് ദർബാർ ഹാളുള്ളത്. ഒരു സ്റ്റേജ് പോലത്തെ ഭാഗമാണ് കാണാൻ പറ്റുന്നത്. മുകളിൽ നമ്മുടെ കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്.